ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരന്റെ പരാജയം അന്വേഷിച്ച KPCC ഉപസമിതിയുടെ അന്വേഷണത്തെ ചൊല്ലി തർക്കം. മുരളീധരൻ ചതിക്കപ്പെട്ടെന്നാണ് ഉപസമിതിയുടെ കണ്ടെത്തൽ. നഷ്ടപ്പെട്ട ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കാൻ TN പ്രതാപൻ തന്നെ മത്സരിക്കണമെന്ന് ഒളിയമ്പുമായി കെ മുരളീധരനും രംഗത്ത് വന്നു. അതേസമയം തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ചിലരുടെ ശ്രമമാണ് KPCCയുടെ പേരിലുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നിലെന്ന് അനിൽ അക്കരെ പ്രതികരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായിട്ടും തൃശൂരിൽ കെ മുരളീധരൻ കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപൻ, DCC അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാണ് ഉപസമിതി അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള തർക്കം. റിപ്പോർട്ട് വ്യാജമാണെന്ന നിലപാടിലാണ് ആരോപണ വിധേയർ. പക്ഷേ കെ മുരളീധരൻ റിപ്പോർട്ടിനെ തള്ളിപ്പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഒളിയമ്പ് പുറത്തു വന്ന റിപ്പോർട്ടിലെ ആരോപണ വിധേയർക്കെതിരാണ്. ഏതായാലും നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചു പിടിക്കണം അന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്, എന്തിനാണ് ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പരാതിക്കാരനല്ല. ഞാൻ പറഞ്ഞല്ലോ, പരാതി എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന് മറ്റാരെയും തലയിൽ കുറ്റം ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണം വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടാതിരുന്നത്. മാത്രമല്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടിൽ നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതേസമയം തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അതില്ലാതാക്കാനുള്ള ചിലരുടെ ശ്രമമാണ് KPCCയുടെ പേരിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിലെന്ന് അനിൽ അക്കര പറഞ്ഞു. പുറത്തു വന്നതിൽ ഒരു പേജ് വ്യാജമാണ്. മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് താൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ഇത് വ്യാജ റിപ്പോർട്ടാണെന്ന് പറയാൻ വേണ്ടിയാണെന്നും അനിൽ അക്കരെ പറഞ്ഞു. പാർലമെന്റ് രംഗത്തെ വ്യാമോഹം കാട്ടി എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. സംഘടനാ രംഗത്തെ പദവികൾ ഇതൊക്കെ ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ DCCയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ ശ്രമമാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ KC ജോസഫ്, T സിദ്ദീഖ്, INDC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറിയത്. കൈരളി ന്യൂസ്, തൃശൂർ.